ഈ ഉദ്ഘാടന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയിട്ടുള്ള ഏവർക്കും സ്വാഗതം. ആദ്യമായി ഈ ഫാക്ടറിയുടെ അമരക്കാരനും നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനുമായ പോളി വർഗീസ് എന്ന യുവ വ്യവസായ സംരംഭകനെ 2 വാക്ക് സംസാരിക്കുവാനായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർ, ഈ പോളിക്കെതിരെ ഒരു വാറണ്ട് ഉണ്ട്. മാൻ മിസ്സിംഗ് കേസാ. ഒരു തങ്കപ്പൻ, അയാളുടെ ഭാര്യയാണ് പരാതി നൽകിയിരിക്കുന്നത്. അവര് കുറെ ആൾക്കാരെയും കൂട്ടി സ്റ്റേഷന്റെ മുന്നിൽ വന്ന് കുത്തിയിരിപ്പാ. പ്രൂഫ് എന്തെങ്കിലും ഉണ്ട് സർ. 2 ദിവസം മുമ്പ് തങ്കപ്പനെ മർദ്ദിച്ച അവശനാക്കി ഈ ഫാക്ടറിയിൽ നിന്ന് പോളിയും കൂട്ടനും കൊണ്ടുവന്ന് കണ്ടവരുണ്ട്. എന്തായാലും ഈ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ. ശരി സർ. പിന്നെ അറസ്റ്റും മറ്റുമൊക്കെ ഞാൻ പോയി കഴിഞ്ഞിട്ട് മതി സർ. നമസ്കാരം. ഔപചാരികമായ ഒരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. കാരണം ഈ നല്ലൊരവസരത്തിൽ കൂവല് വാങ്ങി വീട്ടിൽ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നാടിനു വേണ്ടി വീരമൃത്യു വരിച്ച ഒരു സാധാരണ പട്ടാളക്കാരന്റെ മകനാണ്. എന്റെ അപ്പച്ചന്റെ ജീവന്റെ വിലയായി ലഭിച്ച പൈസ കൊണ്ടാണ് ഈ ഫാക്ടറി തുടങ്ങാൻ ഞാൻ ഇറങ്ങി തിരിച്ചത്. പക്ഷേ ഈ ഉദ്ഘാടന വേളയിൽ നിങ്ങളെല്ലാവരും സന്തോഷിക്കുമ്പോഴും എനിക്ക് സന്തോഷിക്കാനോ അഭിമാനിക്കാനോ കഴിയുന്നില്ല. മുൻപൊരിക്കൽ ഈ ഫാക്ടറി ഇവിടെ തുടങ്ങാൻ പെർമിഷന് വേണ്ടി ഞാൻ നിങ്ങളിൽ പലരുടെയും മുന്നിൽ വന്ന് കെഞ്ചിയിട്ടുണ്ട്. അന്നൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് നിങ്ങൾ എന്നെ മടക്കി. ഒടുവിൽ ആ ശ്രമം എന്നെയും എന്റെ സുഹൃത്ത് ബക്കറിനെയും ജയിലിൽ കൊണ്ടെത്തിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാരനായ ഞാൻ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താണ്. എന്റെ അമ്മയുടെ മുന്നിൽ ഞാൻ കള്ളനും തട്ടിപ്പുകാരനുമായി. ഇപ്പോ ഈ നിലയിൽ ഈ ഫാക്ടറി യാഥാർത്ഥ്യമാക്കിയതിന്റെ പിന്നിൽ എന്റെ അധ്വാനവോ മിടുക്കമൊന്നുമല്ല. എന്റെ സുഹൃത്ത് ഉദയം തന്ന 1000 നോട്ടുകളുടെ ബലത്തിലാണ് ഞാനിത് കെട്ടിപ്പൊക്കിയത്. ജീവിതത്തിൽ ഒരിക്കലും ചെയ്യരുതെന്ന് എന്റെ ചാച്ചൻ പഠിപ്പിച്ച കാര്യങ്ങൾ. കൈക്കൂലി കൊടുത്തു, മദ്യം വാങ്ങിച്ചു കൊടുത്തു, പെണ്ണ് കൂട്ടിക്കൊടുത്തു ഉണ്ടാക്കിയതാണ് ഞാൻ ഈ ഫാക്ടറി. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ ആളാവാനോ അഹങ്കരിക്കാനോ എനിക്ക് കഴിയില്ല. നീ എന്താ വിളിച്ചു പറ്റി തോന്നിയാസം പറയാ? തോന്നിയവസം പറയാൻ മാത്രമല്ല, കാണിക്കാനും ഉണ്ട്. വെക്കറേ, കാണിച്ചു കൊടുക്കടാ. For more updates, like, comment, subscribe to our channel. Hey darlings, గంటని click చేయడం మర్చిపోకండి.